നൌഷാദ് അലി ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ UDF-ൽ നിന്ന് തന്നെ എത്രയോ ശക്തമായ ജമാഅത്തെ ഇസ്ലാമി വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആര്യാടൻ മുഹമ്മദ് അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള വളരെ പ്രകടമായിട്ടുള്ള നിലപാട്, മുസ്ലിം ലീഗിനകത്ത് KM ഷാജിയും മുനീറും അടക്കമുള്ള ആളുകൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്തിന് നമ്മുടെ സമീപകാലത്താണ്, ഒരുപാട് കാലം മുമ്പൊന്നും ഈ ടെലിവിഷൻ ചർച്ചകളൊക്കെ വന്നിട്ടുള്ള കാലത്ത് തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും അതിന്റെ പല നേതാക്കളും സ്വീകരിച്ചിട്ടുള്ള അതിനിശ്ചിതമായ നിലപാടുണ്ട്. എനിക്ക് തോന്നുന്നു മൗലാന മൗദൂദിയെ കമ്പോട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ച് വിലയിരുത്തി കൃത്യമായി ഇതാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരാൾ ആര്യാടൻ ഷൗക്കത്താണ്. ഒരു തരത്തിലും ജനാധിപത്യത്തെ സ്വീകരിക്കാത്ത, ജനാധിപത്യത്തെ നിഷ്കാസനം ചെയ്യുന്ന ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ആര്യാടൻ ഷൗക്കത്ത് മാതൃഭൂമിയിൽ ലേഖനം എഴുതുന്നത് 2016-ലാണ്. നോക്കൂ, മോദി വന്നതിന് ശേഷം ഉള്ള 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പുറത്താണ് ആ നിലപാട് പ്രഖ്യാപനം. അതിൽ എന്ത് രാഷ്ട്രീയ സാഹചര്യം മാറിയെന്നാണ് പറയുന്നത്? അഭിലാഷ്, ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, കാരണം അത് എനിക്ക് ആശയപരമായ ദൃഢതയുള്ളത് കൊണ്ടാണ് ഞാനത് വ്യക്തമാക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യയശാസ്ത്രപരമായ രാഷ്ട്രീയമായ വീക്ഷണങ്ങളോടോ നയസമീപനങ്ങളോടോ യാതൊരു തരത്തിലും ഒത്തുപോകുന്ന ഒരു പ്രത്യയശാസ്ത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റേതും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റേതും അല്ലെങ്കിൽ UDF-ന്റേതും ഒക്കെ. പ്രത്യയശാസ്ത്രപരമായിട്ട് വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളും ഭിന്നതകളും ഒക്കെ അവിടെ ഉണ്ട്. ഇപ്പോ ശരി, വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു, ശരി, അത്രയും ഉള്ളൂ എങ്കിൽ കുഴപ്പമില്ല. ജമാഅത്തെ ഇസ്ലാമി പഴയ മതരാഷ്ട്ര നിലപാട് ഉപേക്ഷിച്ചു എന്ന് VD സതീശൻ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? SYS ആണ്, AP വിഭാഗം സുന്നി സംഘടനകളാണ് ചോദിക്കുന്നത്. അത് എപ്പോഴാണ്? ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. എപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചത് എന്ന് അവരാണ് ചോദിക്കുന്നത്. 2014-ൽ UDF സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ മാറിയെങ്കിൽ അത് എങ്ങനെ മാറി എന്ന് കോൺഗ്രസ് അല്ലേ പറയേണ്ടത്? അല്ല, എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം ഞാൻ അങ്ങനെ കൂലങ്കഷമായിട്ട് ഇവരുടെ ഭരണഘടന മുമ്പും പിമ്പും ഒന്നും പിന്നെ തലമുടി നാരിഴ കീറി വിശകലനം ചെയ്ത് അപഗ്രഥിച്ച ഒരാളല്ല. ഇത് കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരോ വിഡ്ഢികളോ ഒന്നുമല്ല.